ഇല്ലേ നോക്കണം. അല്ല നീ കിടന്ന് തൂങ്ങുന്നുണ്ട്, മേളിൽ കയറ് കാണില്ല. തൂങ്ങിച്ചാണേന്ന് വിചാരിച്ചാ അല്ലേ? എടാ തൂങ്ങിയാ പൊക്കം വെക്കൂന്ന് പറഞ്ഞേ. മനസ്സിലായി. പുറകെ കുളമുണ്ടല്ലോ, സമയമാകുമ്പോ തിരിഞ്ഞു നോക്കാൻ മതിയല്ലേ. നിനക്ക് നാണോ ഈ കുളിച്ച് നോക്കാനായിട്ട്? ഇതെവിടുന്നാണ് ഈ ഷർട്ട്? നമ്മുടെ റിൻഡോ മാത്യു വന്നിട്ടുണ്ട്. ഏത്? എടാ കാനഡയിൽ പോയില്ലേ? മാച്ചേട്ടന് പോനാ? ആ മറ്റേ ഇങ്ങനെ ഇരുന്നവൻ. അവനെ ഇപ്പൊ ഒന്ന് കാണണം. ഇത് ഇങ്ങനെ ഇരിക്കണം അവൻ, ഭയങ്കര സൈസ്. ഓ ഇതാ അവന്റെ ആണ്. തന്നാണല്ലേ എടുത്തോണ്ട് ഓടിയതാണോ? ഞാൻ എടുത്തിട്ടതാണ്. എടുത്ത് മേത്തിട്ട് അല്ലല്ല, ഞാൻ എടുത്ത് ബാഗിലിട്ട്. അപ്പൊ അവൻ പറഞ്ഞു നീ എടുത്തോടാന്ന് പറഞ്ഞു. ആദ്യം കാനഡയ്ക്ക് ഇപ്പൊ കയറ്റി വിട്ടത് ഞാനല്ലേ. നീയാണ് ഈ പൈസയൊക്കെ മുടക്കി ഫ്ലൈറ്റിൽ കയറ്റി വിട്ടത്? അല്ലല്ല, അവൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മുടെ വാതിക്കുന്ന പ്രൈവറ്റ് ബസ്, ശാരിക ബസ്സിന് കയറ്റി വിട്ടത് ഞാനല്ലടാ. 350 ദിവസം കൊടുത്തത്. ഓ അതിന്റെ നന്ദി അവനൊന്നും ഉണ്ടാവൂല. അവനെ കാണാൻ പറ്റോടോ? അവനൊന്നാമത് ഭയങ്കര ക്ഷീണത്തിലാണ്. പിന്നെ ഒരാഴ്ച വന്നിട്ട്. സമയം തേടാ 10 മണി. സിന്ധു നിർത്തടാ ഇതൊക്കെ. അല്ല നമുക്ക് അവരാരെങ്കിലും ഒക്കെ കുളിക്കട്ടെ. വാ, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവനെ ഒന്ന് കാണാൻ പറ്റൂടാ? എനിക്ക് ഇപ്പൊ പറ്റൂല. അവന് ഉറക്കായിരിക്കുള്ളൂ. ഈ 10 മണിക്കാ? പിന്നെ 10 മണിക്കോ അവന് ഉറക്കല്ലേ, ജെറ്റിലാവുള്ളതല്ലേ. ജെറ്റിലാകാട്ടാണ് അവൻ ഒരാഴ്ച നേരത്തെ എത്തിയത്. സാധാരണ വൈകിയാണ് വന്നത്. എടാ ജെറ്റിലാകെന്ന് വെച്ചാൽ എന്താന്നാണ് വിചാരം? മറ്റേ ഫ്ലൈറ്റ് ലാഗ് അടിച്ചതാ? അതല്ല, ജെറ്റിലാകെന്ന് വെച്ചാൽ നമ്മള് കാനഡയിൽ ഇപ്പം രാത്രിയായിരിക്കും, ഇപ്പൊ ഇവിടെ പകലല്ലേ. അവിടെ രാത്രിയാകുമ്പോ നമുക്ക് ഇവിടെ പകല്. ശരിക്കും കാനഡ എവിടെയായിട്ട് വരും? കാനഡ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിലല്ല, കറക്റ്റ് ആയിട്ട് നമ്മുടെ അടിയിലായിട്ട് വരും, ഭൂമിയുടെ അടിയിലായിട്ട് വരും. അവനൊന്ന് മുട്ടിച്ചു തന്നു റിൻഡോ മാത്യുവിനെ. എന്തിന്? എനിക്കൊന്ന് കാനഡയിൽ പോകാനായിരുന്നു. അവിടെ കുളിക്കടമൊന്നും ഇല്ല കാനഡയ്ക്ക് പോകാനായിട്ട്. എടാ എങ്ങനെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കി താടാം. സാരി അല്ല, ഷർട്ടാണ് വീട്. നിനക്കിപ്പോ എന്താ പറഞ്ഞത്? റിൻഡോ മാത്യുവിനെ കാണണം, അത്രല്ലേ ഉള്ളൂ. നീ എൻ്റെ കൂടെ നിൽക്ക്, വെയിറ്റ് ആൻഡ് സീ. Hi brother, how are you? പഴയതുപോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യത്യാസമില്ല. Really? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ട്. പിന്നെ കളർ നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ഇട്ടൊക്കെ മുടി നരച്ചിട്ടുണ്ട്. ഇത്തിരി പൊക്കം കൂടിയോന്നൊരു സംശയം. ഇതാണോ എനിക്കൊരു മാറ്റമില്ലെന്ന് പറയുന്നത്? സൗണ്ട് അത് തന്നെ. ഇത്തിരി കരവരപ്പ് കൂടിയിട്ടുണ്ട്, ഇത്തിരി പിരിവിരിപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേവനാണോ? അവനല്ലേ? പുളിഞ്ഞോട്ടം. ഇപ്പൊ എവിടാ താമസിക്കുന്നത്? എവിടാ താമസിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോ അമ്മാവന്റെ വീട്ടിൽ പോയി നിൽക്കും, അല്ലെങ്കിൽ ചിറ്റയുടെ വീട്ടിൽ പോയി നിൽക്കും. അതാടാ അങ്ങനെ. എന്താന്ന് വെച്ചാ വീടൊന്നും ആയിട്ടില്ല. ഇവരെ വീട് ആയിട്ട് ഈ പണിക്ക് പോകാനൊന്നും സമയമില്ലല്ലോ, ഫുൾ ടൈം. ഓ വീട് ഇതുവരെ വെച്ചിട്ടില്ല. വീട് വരെ ഒന്നും ആയിട്ടില്ല. വൈകി എന്താന്ന് വെച്ചാല് ലോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ലോണ് കിട്ടാത്ത വയ്യല്ല, അത് വയ്യ ഒരു ഭാഷയാണ് ഉള്ളി ചോദിച്ചു, മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ഇതിങ്ങനെ കവര വെച്ചിട്ട് ഒരു അക്ഷരം ഇല്ലടാ, ഇതിങ്ങനെ മുട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തണം. കവര പോലെ വൈ. അതാണ് ചോദിച്ചത്, വയ്യെന്ന്. ഭാഷയാണ്. അത് വിടെ ഒരു വീട് വെക്കുന്നതിന് എത്ര രൂപയാവും? ഇവിടെ വീട് പണിയാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. പക്ഷെ ഒരു ബസ് സ്റ്റോപ്പ് പണിതാ 25 ലക്ഷമെങ്കിലും വരും. അങ്ങനെയാടാ? അങ്ങനെ അല്ല, അത് ഈ കേരളത്തിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അത് ശരി. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, 25 ലക്ഷം രൂപയുടെ ഒരു ബസ് സ്റ്റോപ്പ് പണി, എന്നിട്ട് അതിനകത്ത് റിച്ച് ആയിട്ട് അങ്ങോട്ട് ജീവിക്കും. അയ്യോ അത് പറ്റൂല. അതെന്താ? ബാത്റൂം ഉണ്ടാവില്ല ബസ് സ്റ്റോപ്പില്. എടാ ഇറക്ക, ഞാനൊരു കാര്യം പറയാം. നീ ഒരു 5 ലക്ഷം രൂപയുടെ 6 ലക്ഷം രൂപയുടെ ഒരു വീട് പണിയാനുള്ള സെറ്റപ്പ് റെഡിയാക്കോ, കല്ലിടാനുള്ള ഡേറ്റും തീരുമാനിച്ചു. അല്ല അപ്പൊ പൈസ? റിൻഡോ ആരെയും വെറുതെ വിടാറില്ല വെച്ചേ. അല്ല അത് വേറെ കേസുണ്ടല്ലേ. അത് റിൻഡോ എന്റെ വീടിന് കല്ലിട്ട് തരാന്ന് പറഞ്ഞേക്കണേ. നീ എന്റെ കഞ്ഞി കയറി കല്ലിടാൻ നിൽക്കരുത്. ഇട്ടാ ആ കല്ലെടുത്ത് നിന്റെ ദീർഘത്തിലെ അടിച്ചു പൊളിക്കും. നീ എന്താടാ ഇങ്ങനെ? എടാ റിൻഡോനെ നിനക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. റിൻഡോ ആരെയും വെറുതെ വിടാറില്ല. വേറെ സംഭവം അറിയാമോ? ഇന്നലെ ഞാൻ അവിടെ നിൽക്കുമ്പോ ഒരു പിച്ചക്കാരത്തി വന്നിട്ട് അമ്മാന്ന് വിളിച്ചത്. അപ്പൊ തന്നെ ഉണ്ടല്ല 200-500 നോട്ട് എടുത്ത് കൊടുത്തവർക്ക്. പിച്ചക്കാരിക്ക?
നീ വിളിച്ചാൽ കിട്ടൂല, അമ്മക്ക് വിളി കേൾക്കും. അതെന്താണ്? എടാ നിനക്കൊരു ലുക്കില്ലെന്ന്. നിന്റെ കാര്യങ്ങൾ ഓക്കെ, എന്റെ കാര്യമാണ് ഇനിയൊന്നും ശരിയാക്കാനുള്ളത്. വഴിയുണ്ട്. എന്താണ് വഴി? സിനിമ. ഏകാന്തതയുടെ കൂരിരുട്ടിൽ നിശബ്ദമായി നിശ്ചലമായിരുന്ന രാത്രി അവൻ അവളെ കാണണമെന്നുള്ള ആ ഭയങ്കരമായ ആഗ്രഹം. അവൻ ചെന്നു, വാതിലടച്ചിരുന്നു. പുറകിലൂടെ അവൻ കയറി. അടുക്കളയിൽ അവൾ ജോലി തിരക്കിലായിരുന്നു. അവൻ അവളെ വാരിപ്പുണർന്നു, അവളെ കെട്ടിപ്പിടിച്ചു. ഉടനെ അവൾ അലറി, ഇറങ്ങി പോടാ പട്ടി. കിടപ്പോയിട്ടില്ല അവൻ്റെ ഓട്ടം കണ്ട അവൻ എന്നേക്കാൾ വലിയ എഴുത്തുകാരനാണെന്നാണ് തോന്നുന്നത്. എൻ്റെ വീട്ടിലെ കാവൽപ്പട്ടിയാണ് നീ. അവന് പോലും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അമരം കാണിച്ച് പോണ കണ്ട. പരിപാടാ, എനിക്കും വരും ഒരു ദിവസം. എവരിയുടെ ഉഹാസയുടെ. എന്റെ മനുഷ്യ ഇത് എന്തെന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ഭാവനയാണ് ആ കിടക്കണതെല്ലാം. ഈ ഭാവനയൊക്കെ അടിച്ചു തൂത്തുവാരി കളയേണ്ടത് ഞാനാ. പുതിയൊരു ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ സബ്ജക്റ്റുകൾ, പുതിയ വെറൈറ്റികൾ ഉണ്ടാകണം. വൃശ്ചിക മാസം കഴിഞ്ഞതോടുകൂടി വെജിറ്റബിൾസ് തിന്ന് 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 വെജിറ്റബിളിനെ കഥാപാത്രങ്ങളാക്കി കൊണ്ടൊരു സാധനം ഞാൻ എഴുതാന്ന് വിചാരിച്ചിരിക്കണേ. വെജിറ്റബിളോ? ഉണക്കമുളകിൻ്റെ മകളായ കുരുമുളക് കാന്താരി മുളകിനെ സ്നേഹിക്കുന്നു, പച്ചമുളക് അറിയുന്നു, അത് ബീട്രൂട്ട് മാമൻ വഴി ക്യാരറ്റിനെ അറിയിക്കുന്നു. ഒരു വെജിറ്റേറിയൻ യാത്രയാണിത്. എന്നിട്ട് ഇത് കുമ്പളങ്ങ അറിയുന്നു, കുമ്പളങ്ങയും പിന്നെ തങ്ങയും കൂടി ഒരുമിച്ച് കൊട്ടേഷൻ കൊടുക്കുന്നു. ആർക്ക്? ഇവരുടെ ബന്ധുവായ തക്കാളിക്ക്. സാധനം ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നു. അവസാനം വെട്ടിക്കീറി ഹൃദയത്തിന്റെ ഉള്ളിൽ കയറി അതൊക്കെ മാന്തി പറിച്ച് വലിച്ച് വാരി അവിടെ വെട്ടി ഇവിടെ വെട്ടി എല്ലാം കൂടിയിട്ട് ഊട്ടളത്തിൽ അതിട്ട് തിളച്ചിങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോൾ ഇന്റർവെല്ലിൽ അപ്പൊ ഇത്തിരി സാമ്പാർ കൂടി ഇട്ട് കൊടുത്ത അത് ബെസ്റ്റ്. അത് സൂപ്പർ സാമ്പാർ. എന്റെ ഭാവനകൾ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അബ്രപാളികളെയും മിൻതിളകും വേണ്ടല്ല, നീ ഞെട്ടും. മാർക്കോ. മാർക്കോ ആര് മാറിക്കോ? മാറിക്കൊന്നല്ല, മാർക്കോ സിനിമ കണ്ടായിരുന്നല്ലേ? അതിന്റെ കമ്പാർട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയതാണ്. വെറൈറ്റി ആകട്ടെ എന്നതായിട്ടാണ്. കമ്പാർട്ട് വലിയൊരു ഉണ്ടാക്കി വെച്ചിരിക്കണ സിനിമ കണ്ടിട്ട് അതിന്റെ പരിപാടിയപ്പ നമ്മളെ എന്താ പച്ചക്കറി നടക്കും. അബ്ജക്റ്റ് വരട്ടെ അബ്രവാളിയിൽ ഇറങ്ങി കഴിയുമ്പോ സംഭവം. നിങ്ങൾ കുറെ കാലമായല്ല സിനിമ ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണത്. ഈ പേരും പറഞ്ഞാണല്ലോ എന്നെ കെട്ടിയത്. എനിക്ക് നല്ല വേഷം സിനിമയിൽ തരാന്നും പറഞ്ഞു. നിനക്ക് വേഷം തരാന്നല്ല പറഞ്ഞത്, നിനക്ക് വേഷം തരാന്നാണ്. നീ കഴിക്കാത്ത എന്റെയാണ് കുഴപ്പം. ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കരുത്. അല്ല പിരിവുകാരാണെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്. പിരിവ് എന്താടാ എന്ത് കുറയത്? നമ്മുടെ റിൻഡോ വന്നിട്ടുണ്ടേ. ഏറിന്റെ കാനഡയിൽ പോയില്ലേ മാത്തിച്ചായന്റെ മോൻ? നമ്മുടെ മാത്യുവിന്റെ കുരിശിങ്കിലെയാ? എന്റെ പൊന്നു മോനെ, നീ തോളത്ത് കിടന്നാളെ നീ വളർന്നത്. എടുത്ത് കിടന്നിട്ടുള്ള ചുമ്മാ പറഞ്ഞാണ്. ഇപ്പൊ ചേട്ടൻ എടുക്കും. എടാ ഇവനെ വേടാ, ഇത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. ഓ ഇനി പിന്നെ പിന്നെ കഴിക്കാനുള്ള വല്ലതും പിന്നെ അല്ലേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഭയങ്കര ചൂട്, ക്ലൈമറ്റ് മാറിയോണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിങ് ഇസ് വെരി ബാഡ്. കഥ എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു? കഥയിലേ കിടക്കണത് ഇഷ്ടം പോലെ എഴുതുന്നു, വലിച്ചെറിയുന്നു, കളയുന്നു. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എടുത്ത് കളയും. അതല്ല ചേട്ടാ, എന്റെ ഉള്ളിൽ ഒരു ചെറിയ കഥയുണ്ട്. നീ കഥയില്ലാത്തവനാണെന്നാണ് പണ്ട് അല്ലേ നിന്റെ പണ്ട്. ഇപ്പൊ കാനഡയിൽ പോയില്ലയോ? അതായത് പുള്ളി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആണോ? നല്ല കാര്യം കേട്ടോ. അപ്പൊ എന്റെ മനസ്സിലൊരു കഥയുണ്ട്. ആ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തി. വേണ്ട, കഥ വേണ്ട. ചേട്ടനൊരു കാര്യം ചെയ്യും, സംവിധാനം ചെയ്തോ. ഇല്ലേ, അത് നല്ലൊരു കാര്യം. ചേട്ടനെ കണ്ട ഒരു സംവിധാനത്തിന്റെ ലുക്കുണ്ട്. ചേട്ടൻ സംവിധാനം ചെയ്തു. സന്നിധാനം അല്ല, നമ്മള് ഇങ്ങേരുടെ കഥയുണ്ട്, അത് സംവിധാനം ചെയ്യണം. പിന്നെ എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കാൻ ഇല്ലേ? പിന്നെ ഒരു പ്രശ്നമില്ല. റിൻഡോ മാത്യു ആരെയും വെറുതെ വിടാറ്. എനിക്കറിയാം, പണ്ട് ഞാൻ വെറുതെ പോകുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരയും. അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ആരെയും വെറുതെ വിടൂല. ഏത് ഉളക്കടവിലാണെങ്കിലും സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ തുറന്നു പറയട്ടെ, ഉള്ളു തുറന്നു പറയുക. എന്റെ ഉള്ളിലെ കഥയിലെ ആ അമ്മവേഷം ചെയ്യാൻ പറ്റിയ ചേച്ചി കേട്ടോ. നല്ലൊരു ഗൈഡ് കൊടുക്കണേ. ഇതാരാ? ചേട്ടന്റെ മോളോ? ദൈവം എന്നെ കൊണ്ട് എത്തിച്ചത് എവിടായത്? ചേട്ടന്റെ വീട്ടില്. അതാ എന്റെ കഥക്കിലെ നായിക. അതെ, എന്റെ മനസ്സിൽ വരച്ചു വെച്ചില്ലേ? ആ എന്റെ ദൈവമേ, ഇത് സംഭവിക്കാനുള്ളത് സംഭവിക്കും.
സംവിധായകൻ ഞാൻ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേഷം. നിങ്ങളെയൊക്കെ വിളിച്ച് എന്റെ കൂടെ കൊണ്ടുവരുത്തിയത് ചുമ്മാതൊന്നുമല്ല. ഈ റിൻഡോ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും, ആരെയും വെറുതെ വിടില്ല. എന്തെങ്കിലും വേഷം തരും. അത് മതി, അത് മതി. ഇവന് എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടത്തിലുണ്ടാവും. ഉണ്ടുണ്ട്, ഇവനുണ്ട്. സംവിധായകൻ, നായികയുടെ അമ്മ, നായിക, പിന്നെ നായകനെയൊക്കെ നമ്മള് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയണ എന്നാന്ന് വെച്ചാല്, റിൻഡോ മാത്യു പറയണ എന്നാന്ന് വെച്ചാല് പുതുമുഖങ്ങളെ വെച്ചത് ഒരു പടമാണ്. അതെ, ഇപ്പൊ അതാണ് ട്രെൻഡ്. അത് മതിയെന്നേ. നമ്മളതിനെ വലിയ കൊമ്പത്ത് കയറി ആണെന്നേ. അതുപോലുള്ള ഫാമിലി അല്ലേ. ഇവിടെ എന്നോട് എപ്പോഴും പറയാം അക്ഷയ് കുമാർ, ഷാരൂഖ് ഖാൻ, മറ്റേ പറയാന് പാട്ടൊക്കെ എന്റെ മനസ്സിൽ പ്ലാന് സ്വിറ്റ്സർലാൻഡ്, മലേഷ്യ, സിംഗപ്പൂര് വേണോ വേണ്ടോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ കാനഡ, പിന്നെ നയാഗ്ര ഫോൾസ്, ആ ഭാഗങ്ങളിലാണ് കൂടുതൽ. പിന്നെ വരണ്ടേ, നായിക ഇല്ലാതെ സിനിമ ഷൂട്ട് ചെയ്യാൻ പാട്ട് സീൻ. പിന്നെ ഡയറക്ടർ അല്ലേ, പാസ്പോർട്ട് ഉണ്ടോ? നമ്മൾ എവിടെയാ താമസിക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ? മിസിസാഗയിൽ താമസിക്കാം, സ്കാർബ്രോയിൽ താമസിക്കാം, ഒണ്ടാരിയോ ലണ്ടനിൽ താമസിക്കാം. അവിടെ എല്ലാം നമ്മുടെ വീടുകളുണ്ട്. വീട്ടിലുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് വീടുകളുണ്ട്. ഷെല്ലി ജോയുടെ വീട്ടിലോട്ട് കയറിയാൽ മതി, അവൻ നോക്കിക്കോളും നിങ്ങളെ. ഞാൻ ഇരുന്നോട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. നാളെ രാവിലെ 11:30 ഈ സിനിമയുടെ പൂജ എന്റെ വീട്ടിൽ വെച്ച്. അതാ താമസിച്ചേ. ബൈക്കിൽ പോയി. അതാ ഞാനും ബൈക്കിൽ പോയത്. അതാ താമസിച്ചോണ്ടാ. ഞാൻ പോവാണ്. അത് പറയാൻ മറന്നുപോയി. ഞാൻ തിരിച്ചു പോവാണ് കാനഡയ്ക്ക്. പൂജ നടക്കും. അവനെയല്ലേ ഏൽപ്പിച്ചിട്ടില്ലയോ മുഴുവൻ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ചേട്ടൻ തന്നെയാണ് സംവിധായകൻ. നിന്റെ കല്ലടിയിൽ നടക്കും. വൈഫ് ഇന്നലെ അമ്മ വേഷം. ആ തള്ളച്ചിയാണോ ഇത്? എന്റെ ദൈവം തമ്പുരാനെ, സുച്ചിയായി മറ്റേ കഥാപാത്രം. ഇത് മകള്. നീ തള്ളച്ചി. അപ്പൊ അവനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തീർത്ത് തരണം. റിലീസിന്റെ അന്നേ ഞാൻ വരുള്ളൂ. പറന്നിങ്ങോട്ട് ഇറങ്ങും. അപ്പൊ റിൻഡോ ആരെയും വെറുതെ വിടാറില്ല. എന്താടാ എന്ത് പ്രശ്നം? ഫുൾ പൈസ നന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, പൂജ നടത്തിക്കോന്ന് പറഞ്ഞ്. ആര്? ആ പുള്ളി പറഞ്ഞു. റിൻഡോയാ? റിൻഡോ എടാ, നമ്മൾ ഉദ്ദേശിക്കണ പോലെ അല്ല. അവനൊരു കാര്യം പറഞ്ഞില്ലേ വന്നുടനെ, റിൻഡോ ആരെയും വെറുതെ വിടൂലെന്ന്. അവൻ എന്നെയും വെറുതെ വിട്ടില്ല. എന്താണ് കാര്യം? എന്താണ്? എടാ, അവൻ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവനെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. ഇവനെ കറണ്ട് അടുപ്പിക്കാൻ കൊണ്ടുപോയി ഇപ്പൊ വണ്ടിയേല്. എന്നെ ഇവിടെ കിടത്തിയിട്ട് എന്നെ ഇങ്ങനെ ഒരു പരുവക്കേടാക്കിയടാ. എടാ, അവൻ വെറും സഹിക്കോയാടാ. അപ്പൊ നമ്മുടെ കാര്യം സഹിക്കുക.